തീവ്രവാദി പ്രവർത്തനത്തെക്കുറിച്ച് തയ്യാറാക്കുന്ന കേരള സ്റ്റോറി എന്ന ഹിന്ദി സിനിമയ്ക്കെതിരെ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ചെന്നൈയിലെ തമിഴ് മാധ്യമ പ്രവർത്തകനായ BR അരവിന്ദാക്ഷൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. കേരളത്തിലെ ഒരു പത്രക്കാരനും തോന്നാത്ത കേരള സ്നേഹം തമിഴ് പത്രപ്രവർത്തകനായ അരവിന്ദാക്ഷന് ഉണ്ടായതിൽ എന്തോ നിഗൂഢത കാണുന്നവരുമുണ്ട്. കേരളത്തെക്കുറിച്ച് തെറ്റായ പ്രചരണം നടക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ വേദനയാണ്. നാടിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സമുദായ സൗഹാർദ്ദം തകർക്കാനും വേണ്ടി വിദ്വേഷ പ്രചരണം നടത്തുവാനാണ് ഈ സിനിമ എന്നാണ് 1.5 മിനിറ്റുള്ള ടീസർ കണ്ട അദ്ദേഹത്തിന്റെ സങ്കടം. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും സെൻസർ ബോർഡിനും അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അവരാരും ടീസറിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്തതായി കേട്ടില്ല. അരവിന്ദാക്ഷന്റെ സങ്കടം പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഉൾക്കൊണ്ടു. അദ്ദേഹം പരാതി DGPക്ക് കൈമാറി. പരാതി ഹൈടെക് എൻക്വയറി സെൽ പരിശോധിച്ചു. ഇതേ തുടർന്ന് DGP അനിൽകാന്ത് സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുവാൻ തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ സബർദജൻ കുമാറിന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഒരുപക്ഷെ കേരളത്തിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോകുമായിരുന്ന ഒരു ഹിന്ദി സിനിമ വാർത്തകളിലായി. ലക്നൌവിലെ സൺഷൈൻ പിക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി വിപുൽ അമൃതലാൽ ഷായും അശ്വിൻ എ ഷായും ചേർന്ന് നിർമ്മിക്കുന്ന ലക്നൌ ടൈംസ് ആസ്മ, ലാസ്റ്റ് മങ്ക് എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത സുദീപ്തോ സെൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കേരള സ്റ്റോറി. IS-കാർ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളുടെ യഥാർത്ഥ കഥകളാണ് സിനിമയുടെ ഇതിവൃത്തം എന്നാണ് പുറത്തുവരുന്ന വിവരം. കേരളത്തിൽ നിന്നും ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകപ്പെട്ട 32,000 പെൺകുട്ടികളുണ്ടത്രേ. അവരിൽ ഒരാളായ ശാലിനി ഉണ്ണികൃഷ്ണൻ തന്റെ കഥ പറയുന്നതാണ് സിനിമയുടെ ടീസറിലുള്ളത്. ആദാ ശർമ്മയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കമാൻഡോ 2, കമാൻഡോ 3 എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആദ ചെയ്യുന്ന സിനിമയാണിത്. ഒരു മുള്ളുവേലിയുടെ മുന്നിൽ ബുർക്ക അണിഞ്ഞു നിന്ന് കഥാപാത്രം നിന്ന് തേങ്ങലോടെ അവൾ ഒരു വിലാപ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നു, ഞാൻ ശാലിനി ഉണ്ണികൃഷ്ണൻ, നഴ്സായി സമൂഹത്തെ സേവിക്കുവാൻ ആഗ്രഹിച്ചവളാണ്. വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടു പോകപ്പെട്ട ഞാൻ ഇന്ന് ഫാത്തിമയായിരിക്കുന്നു. തീവ്രവാദിയായി അഫ്ഗാനിസ്ഥാനിലെ ജയിലിലാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ പോലെയുള്ള 32,000 പെൺകുട്ടികൾ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകപ്പെട്ട് മതം മാറ്റപ്പെട്ട് തീവ്രവാദികളായിട്ടുണ്ട്. സിറിയയിലും യമനിലെയും മരുഭൂമിയിൽ അവർ കുഴിച്ചു മൂടപ്പെടുന്നു. പെൺകുട്ടികളെ തീവ്രവാദികളാക്കുന്ന ഒരു മാരക വിനോദം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഹീനകൃത്യം തടയുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഹൃദയത്തിൽ തട്ടും വിധം അവൾ ചോദിക്കുന്നു. നവംബർ 3-ന് യൂട്യൂബിൽ വന്ന ഈ ടീസർ 9-ാം തീയതി വരെ കണ്ടത് 3,70,000 പേരാണ്. 5 ദിവസം കൊണ്ട് 29,000 പേർ ഷെയർ ചെയ്തു. ഫിലിം എന്നാവും റിലീസ് ചെയ്യുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. 2023 പകുതിയോടെ ചിത്രം റിലീസ് ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. 2009-ൽ കേരളത്തിലും ബാംഗ്ലൂരിലും നിന്നായി 32,000 ഹിന്ദു ക്രൈസ്തവ യുവതികളെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയെന്നാണ് സിനിമാ നിർമ്മാതാക്കളുടെ അവകാശവാദം. ഏതായാലും റിലീസിംഗിന് തീയതി പോലും നിശ്ചയിക്കാത്ത സിനിമയ്ക്കെതിരെ കേരളത്തിൽ കേസുണ്ടായിരിക്കുന്നു. കൗതുകകരമാണ് സർക്കാരിന്റെ ഈ തീക്ഷ്ണത. ഇപ്പോഴത്തെ DGP അനിൽകാന്ത് അടക്കം 3 DGPമാർ നിരോധിക്കണമെന്ന ആവശ്യപ്പെട്ട മുസ്ലിം തീവ്രവാദ പ്രചരണ പുസ്തകം വർഷങ്ങളായി പ്രചരിപ്പിക്കപ്പെടുന്ന നാട്ടിലാണ് ഒരു സിനിമയുടെ ടീസർ വന്നപ്പോൾ തന്നെ കേസെടുത്തത് എന്നതാണ് കൗതുകകരം. സമൂഹത്തിൽ മതവിദ്വേഷവും ജിഹാദി ആശയങ്ങളും കുത്തിവെക്കുന്ന ഒരു വിവാദ പുസ്തകം നിരോധിക്കണമെന്ന കേരളത്തിലെ 2 പോലീസ് മേധാവികളുടെ ആവർത്തിച്ചുള്ള നിർദ്ദേശം 2021 ഒക്ടോബറിൽ ഒരു വിദഗ്ധ സമിതിയുടെ പഠനത്തിന് വിടുവാൻ തീരുമാനിച്ച സർക്കാരാണെന്ന് ഓർക്കണം. കാലാവധി നിർണയിക്കാതെയായിരുന്നു സമിതിയെ നിയോഗിച്ചത്. ജിഹാദ് മുസ്ലിമിന്റെ മതപരമായ ചുമതലയാക്കി ചിത്രീകരിക്കുന്ന വിവാദ പുസ്തകമാണ് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ. ഇബ്ൻ നുഹാസ് എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ ഇമാം അഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് അൽ ദിമാഷ്കി അൽ ദുമയന്തി 1411 രചിച്ച മഷാറി അൽ അഷ്വാഖ് ഇലാ മസാരി അൽ ഉഷാഖ് എന്ന പുസ്തകമാണ് യുവാക്കളെ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിക്കുന്ന വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന മതപുസ്തകം. പണ്ഡിതൻ എന്നതുപോലെ മുജാഹിദുമായിരുന്നു ഇമാം നുഹാസ്. റോമൻ സൈന്യവുമായുള്ള പോരാട്ടത്തിന്റെ 1411-ൽ കൊല്ലപ്പെട്ട പോരാളിയാണ്. 20-ാം നൂറ്റാണ്ടിൽ ജിഹാദി പ്രവർത്തനങ്ങൾ പുനരുദ്ധരിച്ച ഷെയ്ഖ് അബ്ദുള്ള അസാം ജിഹാദിനെ കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും മികച്ച ഗ്രന്ഥമായാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. 1940-കളിൽ ഇഖ്വാൻ അംഗങ്ങളുടെ സിലബസിന്റെ ഭാഗമായിരുന്നു ഈ പുസ്തകം. മലയാള വിവർത്തകൻ ആരാണെന്ന് ഇപ്പോഴും നിഗൂഢമാണ്. ദേശദ്രോഹപരവും മത തീവ്രവാദപരവുമായ ഉള്ളടക്കങ്ങളുള്ള മതവിദ്വേഷം പരത്തുന്ന ഈ പുസ്തകം
യുവാക്കളെ വഴിതെറ്റിക്കുമെന്നും തീവ്രവാദ സംഘടനകളിൽ ചേരുവാൻ സഹായിക്കുമെന്നുമാണ് പോലീസ് കരുതുന്നത്. ജിഹാദി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ശക്തമാകുന്നത് കണ്ട പോലീസ് മേധാവിയായിരുന്നു ലോക്നാഥ് ബെഹ്റ. 2020 ഡിസംബർ 23 സർക്കാരിനോട് പുസ്തകം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ശുപാർശ സമർപ്പിച്ചതല്ലാതെ ഫോളോ അപ്പ് ഒന്നും നടത്തിയതായി സൂചനയില്ല. ഇത്രയും ഗുരുതരമായ ശുപാർശയിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തതുമില്ല. അതുകൊണ്ട് 2021 ജൂലൈ 21 ഇപ്പോഴത്തെ പോലീസ് മേധാവി അനിൽ കാന്തും ശുപാർശ ആവർത്തിച്ചു. കേരളത്തിൽ നടക്കുന്ന പലവിധ ജിഹാദുകളെ കുറിച്ചുള്ള വിവാദങ്ങൾ ശക്തമായതോടെ സർക്കാർ അനങ്ങി. 2021 സെപ്റ്റംബർ 25 പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ ഇതേക്കുറിച്ച് പഠിക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ എസ് ഹരികിഷോർ, ഇന്റേണൽ സെക്യൂരിറ്റിക്കായുള്ള പോലീസ് IG ജി സ്പർശൻ കുമാർ, മുഖ്യമന്ത്രിയുടെ മുൻ നിയമോപദേഷ്ടാവും നിയമവിദഗ്ധനുമായ NK ജയറാമും അംഗങ്ങളായ ഒരു വിദഗ്ധ സമിതിയോട് DGPമാരുടെ നിർദ്ദേശത്തെക്കുറിച്ച് പഠിക്കുവാൻ സർക്കാർ ആവശ്യപ്പെട്ടു. അതോടെ എല്ലാം തീർന്നു. മതപരമായ വിദ്വേഷം പരത്തുന്ന പുസ്തകങ്ങൾ നിരോധിക്കണമെന്ന് കേരള പോലീസ് 2013 ഒക്ടോബറിലും സർക്കാരിന് ശുപാർശ സമർപ്പിച്ചിരുന്നു. ഒരു പ്രസാധകരെ പോലീസ് റെയ്ഡ് ചെയ്ത് വിവാദപരമായ പുസ്തകങ്ങൾ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിലായിരുന്നു അന്നത്തെ ശുപാർശ. അക്കാലത്ത് തടിയന്റെ വിട നസീറിന്റെ നേതൃത്വത്തിൽ കാശ്മീരിലേക്ക് തീവ്രവാദികളെ തിരഞ്ഞെടുത്ത സംഭവം, കോഴിക്കോട് നടന്ന ഇരട്ട ബോംബ് സ്ഫോടനം, പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ട് തുടങ്ങിയവയ്ക്കെല്ലാം പ്രേരണയായത് ഈ പുസ്തകങ്ങളാണെന്ന് പോലീസ് വിലയിരുത്തി. 2013 സെപ്റ്റംബർ 4 പോലീസ് തിരൂരങ്ങാടിയിലെ ഒരു ബുക്ക് സ്റ്റോൾ റെയ്ഡ് ചെയ്ത് ദവാത്തും ജിഹാദും എന്ന പുസ്തകം പിടിച്ചെടുത്തിരുന്നു. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് യുവാക്കളെ തീവ്രവാദത്തിന് പ്രേരിപ്പിക്കുന്നവയാണ് ഈ പുസ്തകം എന്നായിരുന്നു പോലീസിന്റെ നിലപാട്. പബ്ലിഷർക്കും വിതരണക്കാരനും എതിരെ കേസെടുത്തു. അവിശ്വാസികൾക്കെതിരെ ജിഹാദ് നടത്തുവാനുള്ള കൽപ്പന, അതിന്റെ നിർബന്ധം, ജിഹാദിന് തയ്യാറല്ലാത്തവർക്കുള്ള കർശനമായ താക്കീത്, ജിഹാദ് നടത്താത്തവർക്കുള്ള ശിക്ഷ, ജിഹാദിന് തയ്യാറാകാത്തവർക്കുള്ള ഉപദേശങ്ങൾ, സലാഹ കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന് സാധിക്കുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയും വലിയ പ്രവൃത്തിയുമാണ് ജിഹാദ്. അള്ളായെ മോസ്കിൽ ആരാധിക്കുന്നതിലും നല്ല പ്രവൃത്തിയാണ് ജിഹാദ്. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തിയാണിത്. മുജാഹിദിനായി അള്ളാഹ് പറുദീസയിൽ 100 തലങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അള്ളാഹ്ക്കു വേണ്ടി സമ്പത്ത് ചെലവാക്കുന്നവർക്ക് ലഭിക്കുന്ന പുണ്യങ്ങൾ, റിബാത്തിനെ കുറിച്ചും അതിൽ മരിക്കുന്നവർക്കുള്ള പുണ്യത്തെക്കുറിച്ചും യുദ്ധകലയെക്കുറിച്ച് വരെ അധ്യായങ്ങളുണ്ട്. ഇത്തരം എത്ര പുസ്തകങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്നതും അന്വേഷിക്കേണ്ടതാണ്. ഇതേക്കുറിച്ചുള്ള പഠനം എവിടെ വരെ എത്തി എന്ന് ആർക്കും അറിയില്ലാത്തപ്പോഴാണ് കേരള സ്റ്റോറിക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നീക്കങ്ങൾ ആരംഭിക്കുന്നത്. കേരള സ്റ്റോറിക്കെതിരായ സർക്കാർ നടപടി ലവ് ജിഹാദ് വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നു. പ്രണയം നടിച്ച് യുവതികളെ തീവ്രവാദികളാക്കി നാടുകടത്തുന്ന പദ്ധതിയുടെ പേരാണ് ലവ് ജിഹാദ്. ഇങ്ങനെ കെണിയിൽപ്പെട്ടവരിൽ അഫ്ഗാനിസ്ഥാനിലെ ജയിലിലുള്ള പലരുടെയും കാര്യങ്ങൾ ഇന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതേക്കുറിച്ച് പറയരുതെന്നാണ് സർക്കാർ പറയുന്നത്. അതിനു പുറമെ ബലമായി തട്ടിക്കൊണ്ടു പോകുന്നവരും ഉണ്ട് എന്ന് കരുതി പോകും വിധം കാണാതാകുന്ന പെൺകുട്ടികളുടെ കഥകൾ കേൾക്കുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലെ ജസ്നയെ പോലുള്ളവർ, പോലീസിന് ഒരു തുമ്പും കിട്ടാതെ അപ്രത്യക്ഷരാകുന്ന കുട്ടികളുടെ എണ്ണം നിരവധിയാണ്. കേരളത്തിലെ തീവ്രവാദികളെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ DGP പറഞ്ഞ സ്ലിപ്പിംഗ് സെല്ലുകളെ കുറിച്ചും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ ദേശീയ സുരക്ഷാ ഏജൻസികൾ വന്ന് പലരെയും റാഞ്ചിക്കൊണ്ടുപോകുന്നു. മുൻ DGP സെൻകുമാർ ലവ് ജിഹാദിനെ കുറിച്ച് നടത്തിയ പ്രതികരണങ്ങൾ അദ്ദേഹത്തെ കുടുക്കുവാനുള്ള പഴുതാക്കാൻ സർക്കാർ തീവ്രമായി പരിശോധിച്ച സംഭവമുണ്ട്. മതസൗഹാർദ്ദം തകർക്കുന്ന വിധത്തിൽ അദ്ദേഹം സംസാരിച്ചു എന്ന ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷണം നടത്തുവാൻ DGP ലോക്നാഥ് ബെഹ്റ അഡീഷണൽ DGP നിതീഷ് അഗർവാളിനെ അക്കാലത്ത് ചുമതലപ്പെടുത്തി. കേരളത്തിൽ ഇത്തരം ഒരു സാമൂഹിക വിപത്ത് വ്യാപരിക്കുന്നുവോ എന്ന് പരിശോധിക്കുവാൻ 2009 2017 കേരള ഹൈക്കോടതി കേരള പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നത് ചരിത്ര സത്യമാണ്. ലവ് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിലെ മുഴുവൻ മുസ്ലിമുകളും അന്യമതത്തിലെ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് തീവ്രവാദികളാക്കുവാൻ ശ്രമിക്കുന്നു എന്ന അർത്ഥത്തിലാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. അതിലൂടെ മുസ്ലിം സമൂഹത്തിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തകരായ ഒരു പറ്റം തീവ്രവാദികൾ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തെ സാമൂഹികമായി ന്യായീകരിക്കുവാൻ പലരും നിർബന്ധിക്കപ്പെടുന്നുണ്ട്. ഒരു മലയാളം വാരികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ സെൻകുമാർ പറഞ്ഞ അഭിപ്രായങ്ങൾ വിവാദമായെങ്കിലും നാട്ടുകാർ ബഹളം വെക്കുന്നു എന്നതുകൊണ്ട് സത്യം പറഞ്ഞുകൂടെ എന്ന നിലപാടിലായിരുന്നു അദ്ദേഹം. വാരികയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ അഭിമുഖം നടത്തിയ പത്രപ്രവർത്തകൻ
പണ്ട് മദനിയുടെ സെക്രട്ടറിയും മുസ്ലിം പത്രമായ തേജസിലെ പത്രപ്രവർത്തകനായിരുന്നുവെന്നും അതിനനുസരിച്ച് നേരിയ വളച്ചൊടിക്കൽ അച്ചടിച്ചു വന്ന അഭിമുഖത്തിൽ ഉണ്ടെന്നും അദ്ദേഹം വ്യാഖ്യാനിച്ചു. ലവ് ജിഹാദ് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന നിലപാടിൽ ഉറച്ചുനിന്ന അദ്ദേഹം കേരളത്തിലെ മുസ്ലിം സമൂഹം നടത്തുന്ന ഒരു അഭ്യാസമായല്ല, ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തകരായ കേരളത്തിലെ ചില മുസ്ലിമുകൾ നടത്തുന്ന തന്ത്രമാണ് ലവ് ജിഹാദ് എന്നാണ് പറഞ്ഞതെന്നും വിശദീകരിച്ചു. മുസ്ലിം സമൂഹത്തിൽ പടരുന്ന ഈ തീവ്രവാദികളെ തടയാൻ സമൂഹത്തിന് ഉള്ളിൽ നിന്നു തന്നെ നീക്കം ഉണ്ടാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ലവ് ജിഹാദ് സംബന്ധിച്ച 2 സംഭവങ്ങൾ അന്വേഷിക്കാൻ കേരള ഹൈക്കോടതി തന്നോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കേരളത്തിലെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മുസ്ലിം ആധിപത്യപരമായ മാറ്റത്തെക്കുറിച്ച് താൻ പറഞ്ഞതും കണക്കുകൾ വെച്ചാണ്. ജനസംഖ്യയുടെ 54% ഹൈന്ദവർക്കിടയിലെ ജനന നിരക്ക് 42%. അതായത് കേരളത്തിൽ ജനിക്കുന്ന 100 കുട്ടികളിൽ 42 പേർ ഹിന്ദുക്കളാണ്. എന്നാൽ ജനസംഖ്യയുടെ 27% മുസ്ലിങ്ങൾക്കിടയിലും 42% ജനന നിരക്കുണ്ട്. 19% ക്രൈസ്തവർക്കിടയിൽ ജനന നിരക്ക് 15% ക്രൈസ്തവർ സംഘടിതമായി മതപരിവർത്തന പ്രവർത്തികൾ ചെയ്യുന്നതുകൊണ്ട് ജനനനിരക്ക് കുറയുന്നു എങ്കിലും അവരുടെ ജനസംഖ്യ കുറയുന്നില്ല എന്നും സെൻകുമാർ പറഞ്ഞു. ഇത് തനിക്ക് ലഭിച്ച കണക്കാണ്. തദ്ദേശ ഭരണ വകുപ്പ് തയ്യാറാക്കിയതാണ് ഈ കണക്ക്. ഇത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നത് അവിതർക്കിതമാണ്. ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങളുടെ പുനഃസംഘടന വന്നപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മണ്ഡലങ്ങൾ കൂടിയതും മറ്റു സമുദായങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ മണ്ഡലങ്ങൾ കുറഞ്ഞതും എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരുടെ സാമൂഹിക ഐക്യത്തിനും ജാഗ്രതയ്ക്കും വേണ്ടിയുള്ള കമ്മീഷനും വെള്ളാപ്പള്ളി നടേശനുമായിരുന്നു. 2009 ഈ സാമൂഹിക യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകി. KCBCയുടെ കമ്മീഷൻ നടത്തിയ പഠനമനുസരിച്ച് 2006 മുതൽ 2009 വരെയുള്ള കാലത്ത് കത്തോലിക്ക സഭയിൽ നിന്നും 2868 പെൺകുട്ടികൾ മുസ്ലിം മതത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഓരോ ജില്ലയിൽ നിന്നും ഇങ്ങനെ സഭ വിട്ടവരുടെ കണക്കും ജാഗ്രത പ്രസിദ്ധീകരിച്ചിരുന്നു. കാസർഗോഡ് ജില്ലയിൽ നിന്നും 508 കത്തോലിക്കർ ഇങ്ങനെ മതം മാറി. ഇരയാക്കപ്പെടുന്ന യുവതികൾ ലൈംഗിക അരാജകത്വത്തിനും ഭീകര പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നു എന്നും ജാഗ്രത സംശയം പ്രകടിപ്പിച്ചിരുന്നു. കമ്മീഷന്റെ സെക്രട്ടറി ഫാദർ ജോണി കൊച്ചുപറമ്പിൽ കത്തോലിക്ക മാതാപിതാക്കൾക്കായി നൽകിയ മുന്നറിയിപ്പിൽ കെണി ഒരുക്കുന്ന രീതിയെക്കുറിച്ചും വിവരിച്ചിരുന്നു. മുസ്ലിം സ്ഥാപനങ്ങളിൽ എത്തുന്ന കുട്ടികളാണ് ആകർഷിക്കപ്പെടുന്നത്. നല്ല പെരുമാറ്റ രീതികളുള്ള സുന്ദരന്മാരായ യുവാക്കൾ എത്തുന്നു. അവർ അടിപൊളി ജീവിതം നയിക്കുന്നവരാകും. പരിചയത്തിലാകുന്ന കുട്ടിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൈമാറുന്നു. ഒന്നിച്ച് ഭക്ഷണത്തിന് പോകുന്നു. വളരെ നല്ല വിധത്തിൽ ആകർഷിച്ച് ലൈംഗിക വീഴ്ചയിലേക്ക് എത്തിക്കുന്നു. അത് ക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തുന്നു. സാവകാശം അവൾ അവന്റെ അടിമയാകുന്നു. മതബോധന കേന്ദ്രത്തിൽ എത്തിക്കുന്നതോടെ യുവാവിന്റെ നിയോഗം കഴിഞ്ഞു. ബാക്കിയെല്ലാം അവിടെ നടക്കുന്നു. അവിടെ വെച്ച് തീവ്രവാദ നേതാക്കളുമായി ബന്ധത്തിലാകുന്നു. എല്ലാത്തരവും ബന്ധവും നടക്കുന്നു. ഈ കെണിയിൽപ്പെടാതെ കുട്ടികളെ സംരക്ഷിക്കണം എന്നാണ് ജാഗ്രത 2009 മുന്നറിയിപ്പ് നൽകിയത്. 2015 ഫെബ്രുവരിയിൽ KCBCക്ക് വേണ്ടി നെയ്യാറ്റിൻകര ബിഷപ്പ് വിൻസെന്റ് സാമുവൽ പുറപ്പെടുവിച്ച സർക്കുലറിൽ സെൽഫി, ലവ് ജിഹാദ് എന്നീ അപകടങ്ങളിൽ കുട്ടികളെ സൂക്ഷിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകി. അതിനർത്ഥം ഇന്നും ഈ അപകട ഭീഷണി ഉള്ളതായി കത്തോലിക്ക സഭ മനസ്സിലാക്കുന്നു എന്നാണ്. സഭ മുന്നറിയിപ്പ് നൽകിയിട്ട് 13 വർഷം കൂടി കഴിഞ്ഞു. 2868 പേരുടെ സ്ഥാനത്ത് ഇപ്പോൾ എത്ര പേർ കെണിയിൽ പെട്ടിരിക്കും? ഈ വിപത്തുകളെക്കുറിച്ച് അന്വേഷിക്കുവാൻ കേരള ഹൈക്കോടതി പലവട്ടം പോലീസിന് നിർദ്ദേശം കൊടുത്തു. 2009 നവംബർ 11 സംസ്ഥാന DGP ജേക്കബ് പുന്നൂസ് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസിന്റെ 18 മേഖലകളിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ 3 ഉദ്യോഗസ്ഥർ ലവ് ജിഹാദ് നടക്കുന്നതായി സംശയം പ്രകടിപ്പിച്ചതായി പറഞ്ഞു. എന്നാൽ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നുവെങ്കിലും ലവ് ജിഹാദ് എന്ന രീതിയിൽ ഒരു സംഘടിത നീക്കം ഇല്ലെന്നാണ് DGP അവസാനമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന മുസ്ലിം സംഘടന ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി അക്കാലത്തെ ജഡ്ജി KT ശങ്കരൻ തള്ളിയതാണ്. ഹോമിയോപ്പതിക്ക് പഠിക്കാൻ പോയ തന്റെ മകളുടെ മതമാറ്റത്തിനും വിവാഹത്തിനുമെതിരെ പിതാവ് അശോകൻ കൊടുത്ത പരാതിയിൽ ഇടപെട്ട ഹൈക്കോടതി 2017 മേയിൽ വിവാഹം റദ്ദാക്കുകയും ഇത്തരം നീക്കങ്ങളിലൂടെ കുട്ടികളെ തീവ്രവാദികൾ വശത്താക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കേരളത്തിൽ നിന്നും തീവ്രവാദത്തിനായി കൊണ്ടുപോയെന്ന് സംശയിക്കപ്പെടുന്ന കാണാതായ 21 കുട്ടികളിൽ തന്റെ മകളും വരും എന്നായിരുന്നു അച്ഛന്റെ പരാതി.
ഹോമിയോ ഡോക്ടറായ കുട്ടിയെ വിവാഹം ചെയ്ത യുവാവിന്റെ ജീവിതമാർഗം എന്തെന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായില്ല. എന്നാൽ ലക്ഷങ്ങൾ ചിലവിട്ട് സുപ്രീം കോടതിയിൽ പോലും അവർ കേസിന് പോകുന്നു. ഇങ്ങനെ മതം മാറുന്നവർക്ക് തീവ്രവാദികളുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന സംഭവങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ പിടിയിലായ ഒരു മുസ്ലിം തീവ്രവാദ പ്രവർത്തകന് സിം കാർഡ് സംഘടിപ്പിച്ചു കൊടുത്ത കേസിൽ പോലീസ് പിടിയിലായ യുവതി ഇങ്ങനെ മതം മാറി വന്നവളായിരുന്നു. ഗൾഫിലുള്ള ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ഒരു ബസ് ഡ്രൈവർക്കൊപ്പം കൊച്ചിയിലേക്ക് വന്ന് മതം മാറിയ യുവതിയായിരുന്നു അവർ. ഏതാനും ചില രാഷ്ട്രീയ നേതാക്കളും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. 2010 ജൂലൈയിൽ കേരള മുഖ്യമന്ത്രി ആയിരുന്ന CPM നേതാവ് VS അച്യുതാനന്ദൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ വിഷ്വൽ സിനിമയുടെ ഭാഗമാക്കിയിട്ടുണ്ടത്രേ. 2012 ജൂലൈ 27 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി CPMലെ KK ലതികയുടെ ചോദ്യത്തിന് നിയമസഭയിൽ സമർപ്പിച്ച മറുപടിയിൽ 2006 മുതൽ 12 വരെ 7713 പേർ ഇസ്ലാം മതത്തിൽ ചേർന്നു. ഇക്കാലയളവിൽ 2195 പേർ ഹിന്ദു മതത്തിലും ചേർന്നു. 2009 വരെയുള്ള കാലത്ത് 2667 യുവാക്കൾ മുസ്ലിമായപ്പോൾ അവരിൽ 2195 പേർ ഹിന്ദുക്കളും 492 പേർ ക്രൈസ്തവരും ആയിരുന്നു എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. വാസ്തവം ഇതൊക്കെയായിരിക്കെ ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് തെറ്റാവുക? സത്യം പറഞ്ഞുകൂടെ എന്ന ചോദ്യം പ്രസക്തമാകുന്നു. ടീസറിനെതിരെ നടപടി എടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവും ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇരു മുന്നണികളും മതേതരം എന്ന് പറഞ്ഞ് കേരളത്തിൽ കളിക്കുന്ന വർഗീയ രാഷ്ട്രീയം അറിയുന്ന ജനത്തിന് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് കരുതരുത്. ഇതേക്കുറിച്ച് ചോദ്യം ചെയ്തതോടെ ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്നും മാറ്റാൻ നിയമം ഉണ്ടാക്കുകയാണ്. അതിനായി ഓർഡിനൻസ് ഇറക്കുവാൻ നവംബർ 9 മന്ത്രിസഭ തീരുമാനിച്ചു. പക്ഷേ ഓർഡിനൻസിൽ ഒപ്പിടുമോ? ഒപ്പിടാതെ ഓർഡിനൻസ് നിയമമാവില്ല. അദ്ദേഹം ഒപ്പിടാൻ സാധ്യതയില്ലെന്ന് സർക്കാരിന് അറിയാം. സർവകലാശാല വൈസ് ചാൻസലർമാരെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി സംബന്ധിച്ച് നിയമസഭ പാസാക്കിയ ബില്ലിൽ പോലും അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. ഇക്കാര്യത്തിൽ ഭരണഘടനാ സമയപരിധി ഒന്നും നിശ്ചയിച്ചിട്ടുമില്ല. ഒന്നും കാണാതെയാവില്ലല്ലോ സർക്കാർ നീക്കം നടത്തുന്നത്. നരിമാനെ പോലുള്ള അഭിഭാഷകരോട് ചോദിച്ചാണല്ലോ കാര്യങ്ങൾ. ജനങ്ങളുടെ ലക്ഷ്യങ്ങളാണ് ഇതിനായി ചിലവിടുന്നത് എന്നത് വേറെ കാര്യം. ഗവർണർ നൽകിയ സൂചന അനുസരിച്ച് ഓർഡിനൻസ് ഒപ്പിടാൻ കിട്ടിയാൽ അദ്ദേഹം വിശദീകരണം ചോദിക്കും. അത് തൃപ്തികരമായാൽ ഒപ്പിടും, ഇല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചാൽ തീരുമാനം വരുന്നതുവരെ പകരം ബില്ലും കൊണ്ടുവരാനാകില്ല. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണ്. സർവകലാശാലകളുടെ ചാൻസലർ ആരാകണം എന്നതിന് ദേശീയ അടിസ്ഥാനത്തിൽ സമീപനം വേണ്ടതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ആദ്യം നിയമം ഉണ്ടാക്കിയത് മോദി തന്നെയാണ്. 2013 അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴായിരുന്നു ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റുന്ന നിയമം കൊണ്ടുവന്നത്. ഗവർണർ അംഗീകരിച്ചില്ല. എന്നാൽ 2014 കേന്ദ്രത്തിൽ NDA അധികാരത്തിലെത്തിയപ്പോൾ ഗവർണർ ഓം പ്രകാശ് കോഹ്ലി അംഗീകാരം നൽകി. ഇപ്പോഴും ഗുജറാത്തിൽ ഗവർണറാണ് ചാൻസലർ എങ്കിലും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയാണ്. രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിന് വിട്ടാൽ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിലാവും. ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് വന്ന പൂഞ്ചി റിപ്പോർട്ടിന് എന്ത് അടിയന്തര പ്രാധാന്യം? അവിടെ ഉടനെ ഒന്നും തീരുമാനം ഉണ്ടാകാനിടയില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തും ഈ വിഷയമുണ്ട്. തമിഴ്നാട്ടിലും ബംഗാളിലും സ്ഥിതി വളരെ ഗുരുതരമാണ്. തെലുങ്കാനയിലും ബീഹാറിലും സംഗതി വിഷയമാണ്. അതുകൊണ്ട് കേന്ദ്രത്തിന് തങ്ങളുടെ പ്രതിനിധിയെ സംരക്ഷിക്കുവാനാവും കൂടുതൽ താല്പര്യം. ഓർഡിനൻസ് നിയമമായാലും ഭാവിയിൽ വൈസ് ചാൻസലർമാർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കുള്ള റോൾ ഇല്ലാതാവുകയാണ്. UGC നിബന്ധനകളും സുപ്രീം കോടതിയുടെ അടുത്ത കാലത്തുണ്ടായ 3 വിധികളും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഓർഡിനൻസ് നിയമമാകുന്നില്ലെങ്കിൽ കേരളത്തിലെ 11 സർവകലാശാലകളിൽ ചാൻസലർ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാനിടയുള്ള ഗുരുതരമായ സ്ഥിതിയാണത്. 11 വൈസ് ചാൻസലർമാരോട് വിശദീകരണം ചോദിച്ചു. വൈസ് ചാൻസലർമാർ കോടതിയെ സമീപിച്ചു. കോടതി തീരുമാനം വരുന്നതുവരെ നിയമനം നടത്തരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശം വന്ന അന്ന് തന്നെ, അതായത് നവംബർ 8 തന്നെ ഗവർണറുടെ അഭിഭാഷകൻ K. ജോജു ബാബു രാജിവെച്ചു. വിവിധ സർവകലാശാലകളിലെ ഗവർണറുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായ MU വിജയലക്ഷ്മിയും രാജിവെച്ചു. ഡോക്ടർ S. ഗോപകുമാരൻ നായരെ പകരം നിയമിച്ചു. തന്റെ അഭിഭാഷകർ പോരെന്ന് ഗവർണർക്ക് തോന്നിയിരിക്കണം. അതായത് ഗവർണർ കൂടുതൽ ശക്തമായ പോരാട്ടത്തിന്റെ ഒരുക്കത്തിലാണ്. മാഫിയ സംസ്കാരം ഉള്ളവരാണ് മറുവശത്ത് എന്നുവരെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
അദ്ദേഹം നിയമിക്കുന്നവരെ പ്രവർത്തിക്കുവാൻ അനുവദിക്കാതെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കി സർവകലാശാലകളെ കലാപശാലകളാക്കുവാനുള്ള നീക്കം സാങ്കേതിക സർവകലാശാലയിൽ പരാജയപ്പെട്ടു. അവിടെ ഗവർണർ നിയമിച്ച വൈസ് ചാൻസലർ പ്രവർത്തിച്ചു തുടങ്ങി. അവർ സ്ഥാനമേൽക്കാൻ ചെന്നപ്പോൾ വിട്ടുനിന്നവരെല്ലാം തിരിച്ചു വന്ന് ജോലി ചെയ്യുന്നു. അതായത് സമരം ചെയ്ത് തോൽപ്പിക്കാമെന്ന് കരുതണ്ടെന്ന് വ്യക്തം. ഇനി സർവകലാശാലകൾ കലാപശാലകളാക്കപ്പെട്ട് അവയുടെ പ്രവർത്തനം സ്തംഭിച്ചാൽ ആർക്കാണ് ദോഷം? കോഴ്സ് പൂർത്തിയാകാത്ത, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ഗവർണർക്കല്ല സർക്കാരിനെതിരാകും, സമരക്കാർക്കെതിരാകും. 2024-ലും 2025-ലും 2026-ലും ഇടതുമുന്നണിക്കാണ് ജനങ്ങളെ നേരിടേണ്ടത്. TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് നടന്ന പ്രീ ഡിഗ്രി ബോർഡ് സമരത്തെ സർക്കാർ കർശനമായി നേരിട്ടു. സമയത്ത് പരീക്ഷാഫലം ഇറക്കി. പക്ഷേ എല്ലാം പിശകായി. മാർക്കുകൾ തെറ്റി. തോറ്റവർ ജയിച്ചു. വലിയ മാർക്ക് കിട്ടേണ്ടവർ തോറ്റു. ഉത്തരക്കടലാസുകൾ നശിപ്പിക്കപ്പെട്ടു. പുനഃപരിശോധന പോലും സാധിക്കാതായി. സമതല തെറ്റിയ കുട്ടികൾ വരെ ഉണ്ടായി. ജനം സർക്കാരിനെതിരായി. 1987-ൽ കരുണാകരന്റെ മുന്നണി പച്ച തൊടാതെ തോറ്റു. ഉദ്യോഗസ്ഥർക്ക് ഒന്നും സംഭവിച്ചില്ല. സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ കൊടുക്കില്ല എന്ന കേരള സർവകലാശാലയുടെ നിലപാട് കേരള സർവകലാശാലയ്ക്ക് തന്നെ വിനയാകില്ലേ? UGCയുടെ നിബന്ധനകൾ പാലിക്കാത്ത സർവകലാശാല എന്നാകില്ലേ സ്ഥിതി? അതിന്റെ അനന്തരഫലങ്ങൾ എന്താവും എന്ന് കണ്ടറിയണം. കാവ്യവൽക്കരണത്തിന് പകരം പിണറായി വൽക്കരണം വന്നതുകൊണ്ട് സർവകലാശാലകളിലെ എല്ലാ പദവികളിലേക്കും ഇടതന്മാരെയും അവരുടെ വീട്ടുകാരെയും നിയമിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് നിഷ്പക്ഷമതികളുടെ സംശയം. എറണാകുളത്ത് വെച്ച് ഗവർണർ പത്രക്കാരെ കണ്ടപ്പോൾ 2 ചാനലുകളുടെ പ്രതിനിധികളെ കാണാൻ കൂട്ടാക്കാതിരുന്നത് വലിയ വിവാദമാവുകയാണ്. കൈരളി, മീഡിയ 1 ചാനലുകാരെയാണ് ഗവർണർ ഇറക്കിവിട്ടത്. എന്നാൽ അവരുടെ സഹോദര സ്ഥാപനമായ ദേശാഭിമാനിയുടെയും മാധ്യമത്തിന്റെയും ലേഖകരോട് ഈ സമീപനം സ്വീകരിച്ചതുമില്ല. ഗവർണർ ചെയ്തത് പത്രസ്വാതന്ത്ര്യത്തിലുള്ള വലിയ കയ്യേറ്റമായി പലരും ചിത്രീകരിച്ചു. ഇഷ്ടമില്ലാത്തവരെ സ്വീകരിക്കാതിരിക്കുവാൻ ഗവർണർക്ക് സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ശബ്ദമായ മീഡിയ 1 ദേശദ്രോഹപരമായ വാർത്തകൾ കൊടുക്കുന്ന ചാനലാണ് എന്ന നിലപാട് കേന്ദ്ര സർക്കാർ മാറ്റിയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് സുപ്രീം കോടതി നീക്കിയതുകൊണ്ടാണ് അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും ലോകത്ത് എവിടെയെങ്കിലും മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുന്നവരാണോ? ഇവിടെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അവർ ശരിക്കും ഉപയോഗിക്കുന്നു. എറണാകുളത്ത് മാധ്യമ പ്രവർത്തകർ ഏതെങ്കിലും വിഷയത്തിൽ ഗവർണറുടെ പ്രതികരണം തേടി ചെന്നതായിരുന്നില്ല. ഡൽഹിയിൽ നിന്നും തിരിച്ചുവരുന്ന ഗവർണറെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ചെന്ന് കാണാൻ അവസരം ഉണ്ടാകുമെന്നും താല്പര്യമുള്ളവർ മുൻകൂട്ടി അനുമതി വാങ്ങണം എന്നും രാജ്ഭവൻ അറിയിച്ചതിനനുസരിച്ച് അനുമതി വാങ്ങാൻ പോയവരിൽ 2 പേരെയാണ് ഇറക്കിവിട്ടത്. റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധി മാത്രമാണ് പ്രതിഷേധിച്ച് കൂടെ ഇറങ്ങിപ്പോയത്. 2 പേരെ ഇറക്കിവിട്ടപ്പോൾ എന്തേ മറ്റുള്ളവർ പ്രതിഷേധിച്ച് ഒപ്പം ഇറങ്ങിയില്ല? അതാണ് അടുത്ത കാലത്ത് പത്രപ്രവർത്തകർ കാണിക്കുന്ന ഐക്യം. പിന്നീട് രാജ്ഭവന് മുന്നിൽ സമരം ചെയ്തു. അവിടെ ചെന്നപ്പോൾ ലീഗ് നേതാവ് KPA മജീദ് ചോദിച്ചു, എന്തേ മറ്റുള്ളവരും പുറത്താക്കിയവർക്കൊപ്പം പോയില്ല? അതാണ് ചോദ്യം. അതിനൊന്നും ആളെ കിട്ടില്ല. പിന്നെ രാജ്ഭവന്റെ മുന്നിൽ സമരം ചെയ്യാം, അതിന് ആളെ കിട്ടും. 1982-ലെ കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് ദേശാഭിമാനി ലേഖകൻ RS ബാബുവിന് നിയമസഭാ നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പാസ് നിഷേധിച്ചു. അതിൽ പ്രതിഷേധിച്ച് എല്ലാ പത്രക്കാരും ഒരു ദിവസം നിയമസഭ ബഹിഷ്കരിച്ചു. എന്നാൽ തുടർന്ന് വന്ന നായനാർ സർക്കാരിന്റെ കാലത്ത് പത്രക്കാർ നിയമസഭ ബഹിഷ്കരിച്ചപ്പോൾ ദേശാഭിമാനിക്കാർ അകത്തിരുന്നു, റിപ്പോർട്ട് ചെയ്തു. അവർക്ക് അതിനെ സാധിക്കൂ എന്നായിരുന്നു പലരുടെയും ന്യായീകരണം. അടുത്ത കാലത്ത് ഒരു ചാനലിലെ ആങ്കറിനെ കുറ്റപ്പെടുത്താനും അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുക്കാനുമൊക്കെ കേരളത്തിലെ പോലീസ് മുതിർന്നപ്പോൾ ഇവിടുത്തെ മാധ്യമ സമരക്കാർ കമാന്നൊരക്ഷരം മിണ്ടിയില്ല. എന്നാൽ ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉത്തർപ്രദേശ് സർക്കാർ സിദ്ദിഖ് കാപ്പനെ ജയിലിലാക്കിയപ്പോൾ ഇവിടെ വലിയ പ്രകടനങ്ങൾ നടന്നു. സുപ്രീം കോടതിയിൽ വരെ കേസിന് പോയി. കപിൽ സിബലിനെ വരെ വെച്ച് കേസ് വാദിച്ചു. സംഘടനയുടെ അവകാശ സമരങ്ങളുടെ രീതിയിലും ചില സംശയങ്ങൾ ഉയർന്നില്ലേ? കടക്കുപുറത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായിയുടെ മുന്നിൽ വാ പൊത്തി നിന്നവർക്ക് ഗവർണർ സംഭവത്തിലൂടെ വാ തുറക്കേണ്ടി വന്നു എന്നത് കാവ്യനീതി. ഇതാണ് ചരിത്രം തരുന്ന പാഠം. BJPയും എഴുതിയിടുന്നത് നല്ലതാണ്. അതിനിടെയാണ് മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് ഒരു കരിനിയമം സർക്കാർ തയ്യാറാക്കിയത്. സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ളവരാണ് ലക്ഷ്യം. അപകീർത്തികരമായ വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരെ കേസെടുത്ത് ജയിലിലാക്കുവാനാണ് നിയമം. പൊതുപ്രവർത്തകർക്കും അവരുടെ കുടുംബത്തിനും എതിരെ വാർത്തകൾ വന്നാലും കേസും അറസ്റ്റും നടക്കും. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന നിയമമാണ്.
4 വർഷം മുമ്പ് ഒന്നാം പിണറായി സർക്കാർ ഓർഡിനൻസായി ഇറക്കി. നിയമം പാസാക്കാനായില്ല. CPIയും കേന്ദ്ര നേതൃത്വവും എതിർത്തതുകൊണ്ട് നിയമമായില്ല. പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്ഭവന് മുന്നിൽ സമരം ചെയ്തവർ ഇക്കാര്യം പറഞ്ഞു കേട്ടില്ല. ഏതായാലും ആ ബിൽ തൽക്കാലം വേണ്ടെന്ന് വീണ്ടും തീരുമാനിച്ച മട്ടാണ്. തിരുവനന്തപുരം കോർപ്പറേഷനുകളിലെ താൽക്കാലിക നിയമനങ്ങളിലേക്ക് സഖാക്കളുടെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് എഴുതിയ കത്ത് കേരളത്തിൽ സർക്കാർ നിയമനങ്ങളിൽ അടക്കം ഇപ്പോൾ നടക്കുന്ന പാർട്ടി അഴിമതികളിലേക്ക് കൃത്യമായ സൂചനയായി. അടുത്ത ദിവസം തന്നെ മെഡിക്കൽ കോളേജിലെ ചില താൽക്കാലിക ഒഴിവുകളെക്കുറിച്ച് ആനാവൂരിന് കോർപ്പറേഷനിലെ മറ്റൊരു പ്രമുഖൻ എഴുതിയ കത്തും പുറത്തു വന്നു. 2 കത്തിന്റെയും ഉറവിടം ഒന്നു തന്നെ എന്നാണ് തലസ്ഥാനത്തെ ധാരണ. രണ്ടാമത്തെ കത്തിനെ കുറിച്ച് താൻ എഴുതിയ കത്താണത്, പക്ഷേ അയച്ചില്ല എന്ന് അയച്ചയാൾ തന്നെ പറയുന്നു. ആര്യയുടെ പേരിലുള്ള കത്ത് താൻ എഴുതിയതല്ല എന്ന് പറയുമ്പോഴും അത് വ്യാജമാണെന്ന് പറയാൻ ആര്യയ്ക്ക് ധൈര്യമില്ല. പാർട്ടിയും പറയുന്നില്ല. സംഭവത്തെക്കുറിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല. ക്രൈംബ്രാഞ്ചിന്റെ പരിഗണനയ്ക്ക് മാത്രം വിടുന്നു. ആരെയൊക്കെയോ രക്ഷിക്കാനുള്ള തന്ത്രപ്പാട് വ്യക്തം. കോടതി ഇടപെടൽ ഉണ്ടായാൽ പക്ഷേ ഇപ്പോഴത്തെ കളികൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ആവാതെ വരും. അല്ലെങ്കിൽ ആര്യയുടെ കത്തുകേസും അനുപമയുടെ കുഞ്ഞിനെ ജില്ലാ കമ്മിറ്റിയുടെ അറിവോടെ അന്യായമായി ദത്ത് നൽകിയ കേസിന്റെ വഴിയെ പോകും. തൽക്കാലത്തെ ബഹളം തീരുമ്പോൾ എല്ലാം കെട്ടടങ്ങാനാണ് സാധ്യത. 2021 നവംബറിൽ കേരളത്തെ ഇളക്കിമറിച്ച അനുപമയുടെ കുഞ്ഞിന്റെ വിഷയം ഇന്ന് ആര് ഓർക്കുന്നു? അന്യായമായി ദത്ത് നൽകിയവരും അനുപമയുടെ പരാതികൾ അവഗണിച്ചവരും എല്ലാം സസുഖം പദവികളിൽ വാഴുന്നു. ആര്യയുടെ കത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട ലോക്കൽ കമ്മിറ്റി അംഗത്തെ ഏരിയ കമ്മിറ്റിയിലേക്ക് ഉയർത്തി എന്നാണ് വാർത്ത. എയ്ഡ് സ്കൂൾ അധ്യാപകനായ അദ്ദേഹത്തെ പല കീഴ്വഴക്കങ്ങളും ലംഘിച്ച് പാർട്ടി പ്രമുഖ സ്ഥാനത്ത് നിലനിർത്തുകയാണത്രേ. ഇത്തരം നിയമനങ്ങളെല്ലാം പാർട്ടിക്ക് ആകാമല്ലോ. ഒരു പ്രമുഖനിൽ കേന്ദ്രീകരിക്കുന്നു എന്നാണത്രേ സഖാക്കളുടെ പരാതി. മറ്റു നേതാക്കൾ കൊടുക്കുന്ന പട്ടികയും തിരുത്തപ്പെടുന്നു. പാർട്ടിക്കാർക്ക് തന്നെ സഹിക്കാനാവാത്ത വിധമായി അഴിമതിയും സ്വജന പക്ഷപാതവും. ഈ കത്തിനെ തുടർന്ന് മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കേരളത്തിലെ 82 നഗരസഭകളിലും 6 കോർപ്പറേഷനുകളിലുമായി 4982 താൽക്കാലിക നിയമനങ്ങൾ നടന്നതായി കണ്ടെത്തി. കൊച്ചിയാണ് ഒന്നാമത്, 1440 നിയമനങ്ങൾ. തിരുവനന്തപുരത്ത് 1223 തൃശൂരിൽ 791 പേർക്ക് താൽക്കാലിക നിയമനം കൊടുത്തിട്ടുണ്ട്. ആരെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയല്ല നിയമിക്കുന്നത്, പാർട്ടി വഴിയാണത്രേ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും അഥവാ ലിസ്റ്റ് വന്നാൽ അത് വാങ്ങിവെക്കും. കാലാവധി തീരും വരെ നിയമനം കൊടുക്കില്ല. പിന്നെ സ്വന്തക്കാരെ നിയമിക്കും. കേന്ദ്രീകൃത പരീക്ഷാ ക്യാമ്പിലുള്ളവരെ പാർട്ടി ഓഫീസിലെ ലിസ്റ്റ് അനുസരിച്ച് നിയമിക്കുന്നു. കാലാവധി തീരും മുമ്പ് പിരിച്ചുവിട്ട് വീണ്ടും നിയമിക്കുന്നു. 2011 ഹൈക്കോടതി വിധി അനുസരിച്ച് സർവകലാശാലകളിലെ നിയമനങ്ങൾ 2016 PSCക്ക് വിട്ടു. പക്ഷേ സ്പെഷ്യൽ റൂൾസ് ഉണ്ടാക്കിയില്ല. ചേർത്തലയിൽ 15 വർഷമായി തുടരുന്ന താൽക്കാലികക്കാർ ഉണ്ട്. അവസാനം സഹതാപം പറഞ്ഞ് സ്ഥിരപ്പെടുത്തും. കൊട്ടാരക്കരയിൽ ഇങ്ങനെ 11 പേരെ സ്ഥിരപ്പെടുത്തി. CMDA ഉപയോഗിച്ച് ഇത്തരം നിയമനങ്ങൾ നടത്തുന്നു. അന്നട്ട് കുടുംബശ്രീ കെഡിസ്, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കേസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് CMDA ആണ് സഖാക്കളെ നിയമിക്കുന്നത്. സ്വപ്ന സുരേഷിന് കൊടുത്ത നിയമന കഥ ഏറെ പ്രസിദ്ധമാണല്ലോ. MG സർവകലാശാലയിൽ 400 പേർക്കാണ് താൽക്കാലിക നിയമനം. 190 തസ്തികകളിൽ 10 വർഷമായി സ്ഥിരം നിയമനമില്ല. തലസ്ഥാനത്ത് BJPക്കാരും കോൺഗ്രസുകാരും സമരത്തിലാണ്. വലതുപക്ഷമായിരുന്നു ഈ പണി ചെയ്തത് എങ്കിൽ എന്താകുമായിരുന്നു സമരം എന്ന് ചിന്തിച്ചാൽ ഇപ്പോഴത്തെ സമരം അതിരൂക്ഷം എന്ന് പറയാനാവില്ല. DYFIക്കാർ പതിവ് പോലെ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 9 വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്ന മേയറെ തടഞ്ഞതിന് KSU നേതാവ് അരുണിനെ DYFIക്കാർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവിന്റെ സ്റ്റാഫും ചേർന്നാണത്രേ മർദ്ദിച്ചത്. ഷീലോകന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.